കണിക്കൊന്നയുടെ പൊൻചിരിയും നിലവിളക്കിന്റെ വിശുദ്ധിയും ചൈതന്യവും നിറഞ്ഞാടുന്ന ഒരു വിഷുക്കാലം കൂടി സമാഗതമാവുകയാണ്. മലയാളിക്ക് വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അത് പ്രതീക്ഷകളുടെയും അതിജീവനത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും പ്രതീകമാണ്. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതിയൊരു തുടക്കമാണ്. 2026 ഈ വിഷുക്കാലം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവിന്റെ ആരംഭമാണ്. ദേവശില്പിയായ തൊഷ്ടാവിന്റെ ചൈതന്യം തുടിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് കല്ലിനെ പോലും കലയാക്കി മാറ്റാനുള്ള അസാമാന്യമായ കഴിവുണ്ട്. ചിത്രയുടെ അധിപൻ യുദ്ധവീര്യത്തിന്റെ പ്രതീകമായ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ തളരാത്ത പോരാട്ട വീര്യവും എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്തും നിങ്ങളുടെ ജന്മസിദ്ധമായ സവിശേഷതകളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങളും അകാരണമായ ഭയങ്ങളും ഈ 2026 വിഷുപ്പുലരിയിലെ കണി കാണുന്നതോടെ പടിയിറങ്ങാൻ തുടങ്ങുകയാണ്. വിഷുക്കണി ദർശിക്കുന്നത് നന്മയുടെയും വെളിച്ചത്തിന്റെയും പ്രതീകമാണ്. ഈ വർഷം നിങ്ങൾ കണി കാണുന്നത് നിങ്ങളുടെ തന്നെ ജീവിതത്തിലെ വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളെ തന്നെയാണ്. ചിത്തിര നക്ഷത്രം കന്നിരാശിയിലും തുലാം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. കന്നിരാശിയുടെ ബുദ്ധിപരമായ നീക്കങ്ങളും തുലാം രാശിയുടെ തുലനാവസ്ഥയും ഒത്തുചേരുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു ഒരു വലിയ പരിവർത്തനത്തിന്റെ കാലമാണ്. കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു ശില്പി തന്റെ ശില്പം മിനുക്കിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള സമയമാണിത്. വിഷു കൈനീട്ടം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ വർഷം പ്രകൃതിയും ഈശ്വരനും നിങ്ങൾക്ക് നൽകുന്ന കൈനീട്ടം സാമ്പത്തികമായ ഭദ്രതയും തൊഴിൽപരമായ ഉയർച്ചയുമാണ്. കൃത്യസമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുത്താൽ 100 മേനി വിളവ് കൊയ്യാൻ സാധിക്കുന്ന വർഷമാണിത്. മനസ്സിൽ കുറച്ചു കാലമായി കൊണ്ടു നടക്കുന്ന പല പദ്ധതികളും പ്രാവർത്തികമാക്കാൻ ഈ വിഷുക്കാലം നിങ്ങൾക്ക് ധൈര്യം നൽകും. നിങ്ങളുടെ സ്വതസിദ്ധമായ സൗന്ദര്യബോധവും ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും ഈ വർഷം കൂടുതൽ തെളിഞ്ഞു നിൽക്കും. സാമൂഹികമായ ഇടപെടലുകളിൽ നിങ്ങൾ ഒരു പുതിയ തിളക്കം കൈവരിക്കും. കുടുംബ ബന്ധങ്ങളിൽ പുത്തൻ ഉണർവുണ്ടാകും. വിഷുക്കണി കൊണ്ടുണരുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഇരുളടങ്ങിയ മുറികളിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്ന കാഴ്ചയാകും 2026 വിഷുബലം നിങ്ങൾക്ക് സമ്മാനിക്കുക. മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനും തകർന്നടിഞ്ഞിടത്ത് നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാനും ചിത്തിര നക്ഷത്രക്കാർക്ക് സാധിക്കും. ആത്മീയമായ ഉണർവും ഭൗതികമായ നേട്ടങ്ങളും ഒരുപോലെ ഒത്തുചേരുന്ന ഒരു അപൂർവ വർഷമായിരിക്കും ഇത്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാത്തതിന്റെ വിഷമം ഇനി വേണ്ട. കണി കാണുന്ന കണ്ണുകളിലെ തിളക്കം നിങ്ങളുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് സ്വാഗതം പറയാം. ചിത്തിര നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിങ്ങനെ ഓരോ തലത്തിലും ഈ വിഷു നൽകുന്ന സന്ദേശം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ശുഭപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ ഈ വിഷുക്കാലത്തെ നമുക്ക് വരവേൽക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കും. സഹപ്രവർത്തകർക്കിടയിൽ നിങ്ങൾ ഒരു മാതൃകയായി മാറും. കഴിഞ്ഞ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലമാറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കാൻ ഈ കാലയളവ് അനുകൂലമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ ശുഭവാർത്തകൾ കൊണ്ടുവരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ ഡിസൈനിങ്, ആഭരണ വിപണി, കലാപരമായ ബിസിനസ്സുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാകും. ചിത്ര നക്ഷത്രക്കാർ പൊതുവെ കലാവാസനയുള്ളവരാണ്. എഴുത്ത്, അഭിനയം, ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വേദികൾ ലഭിക്കും. നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും പൊതുജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. പ്രധാന വരുമാനത്തിന് പുറമെ മറ്റു ചില സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരും. പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭമോ വീതം വയ്പിലൂടെ ലഭിക്കേണ്ട തുകയോ കൈവശം വരും. സ്വർണം, ഭൂമി എന്നിവയിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവർക്ക് മിതമായ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും എടുത്തുചാട്ടം ഒഴിവാക്കണം. വരുമാനം കൂടുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വീട് നവീകരണം, വാഹനങ്ങൾ വാങ്ങൽ എന്നിവയ്ക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. ആരിൽ നിന്നെങ്കിലും പണം കടം വാങ്ങാനോ കൊടുക്കാനോ ഈ വർഷം മുതിരാതിരിക്കുന്നതാണ് ഉചിതം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും സംശയങ്ങളും മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ വിഷുക്കാലം സന്തോഷ വാർത്തകൾ നൽകും. മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള ബന്ധം ദൃഢമാകും. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ മറ്റോ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും. അവർക്ക് വേണ്ട സാമ്പത്തികമോ മാനസികമോ ആയ സഹായങ്ങൾ നിങ്ങൾ നൽകും. വിവാഹം ആലോചിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ഈ വർഷം കണ്ടെത്താൻ സാധിക്കും. മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്.
ചിത്തിര നക്ഷത്രക്കാരുടെ മനസ്സെപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. മനസ്സിന് ശാന്തിയും ധൈര്യവും കൈവരും. യോഗ, ധ്യാനം എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും. കുലദൈവ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈ സമയം വിനിയോഗിക്കാം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകും. അനാഥാലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ നടത്തുന്ന അന്നദാനം പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മിതമായ ശ്രദ്ധ ആവശ്യമാണ്. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ രക്തസമ്മർദ്ദം, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ എരിവും പുളിയും കുറഞ്ഞ ആഹാരക്രമം പിന്തുടരുന്നത് നന്നായിരിക്കും. കൃത്യമായ വ്യായാമം ശീലമാക്കുക. അമിതമായ ജോലിഭാരം കാരണം ഉറക്കമില്ലായ്മയോ ക്ഷീണമോ അനുഭവപ്പെടാം. ഇതൊഴിവാക്കാൻ വിശ്രമം ആവശ്യമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ചിത്തിര നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ വർഷം വളരെ ഗുണകരമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അവസരങ്ങൾ കൈവരും. ചിത്തിര നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാനും പരുഷമായി സംസാരിക്കാനും സാധ്യതയുണ്ട്. 2026 സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ശത്രുക്കളെ ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ വ്യക്തികളെ പരിചയപ്പെടും. എന്നാൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നത് അപകടകരമാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കോടതി വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. എങ്കിലും നിയമപരമായ രേഖകളിൽ ഒപ്പിടുമ്പോൾ കൃത്യമായി വായിച്ചു നോക്കുക. പൊതുവായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ വിഷുബലം കൂടുതൽ പോസിറ്റീവ് ആക്കാൻ സഹായിക്കും. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാനും മാനസിക ധൈര്യത്തിനും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ കുമാരസൂക്ത പുഷ്പാഞ്ജലിയോ നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ നക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരും. ചിത്തിര നക്ഷത്രം എന്നത് ആകാശത്തിലെ വെറുമൊരു വെളിച്ചമല്ല, അത് സ്വയം എരിഞ്ഞുതീരുന്ന ഒരു ദീപമാണ്. ലോകത്തിന് വെളിച്ചം നൽകുമ്പോഴും ആ ദീപത്തിന്റെ ചുവട്ടിൽ ഇരുട്ടുണ്ടാകും. ആ ഇരുട്ടാണ് അവരുടെ ഏകാന്തതയും സംഘർഷവും. വിശ്വകർമാവ് തന്റെ ഉളി കൊണ്ട് കല്ലിനെ ശില്പമാക്കുന്നത് പോലെ കാലം ചിത്തിര നക്ഷത്രക്കാരെ ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കും. ആ പ്രക്രിയ വേദനാജനകമാണെങ്കിലും അവസാനം രൂപം കൊള്ളുന്നത് അമൂല്യമായ ഒരു കലാരൂപമായിരിക്കും. ചിത്തിരക്കാരുടെ യാത്ര അവസാനമില്ലാത്തതാണ്. അത് പൂർണ്ണത തേടിയുള്ളതാണ്. ആ യാത്രയിൽ അവർ പലതും നിർമ്മിക്കുന്നു, പലതും തകർക്കുന്നു. ഒടുവിൽ അവർ സ്വയം തിരിച്ചറിയുന്നത് ഒരു ശില്പിയായല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ശില്പമായാണ്. 2026 വിഷു ചിത്തിര നക്ഷത്രക്കാർക്ക് ഐശ്വര്യത്തിന്റെയും വളർച്ചയുടെയും വാതിലുകൾ തുറക്കുന്നു. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നിലയിലെത്താൻ ഈ വർഷം നിങ്ങളെ സഹായിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും സ്വന്തം ആരോഗ്യത്തിലും സംസാരത്തിലും ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ സർഗാത്മകതയെ പുറത്തെടുക്കാനും പുതിയ ലക്ഷ്യങ്ങൾ പടുത്തുയർത്താനും ഈ വിഷുക്കാലം പ്രചോദനമാകട്ടെ.